അല്ലെങ്കിലും നിങ്ങളുടെ ഒരു അവസ്ഥ കൂടി പറഞ്ഞു നിർത്താം. നിങ്ങളിപ്പോ എന്തിനാണ് നിങ്ങളെ ഈ സംഘടന തുടങ്ങിയത്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം ഒരു വിചാരണകൾ നടത്തി. നിങ്ങളിപ്പോ എന്തൊക്കെ ആയത്? നിങ്ങൾ എവിടെ എത്തിപ്പോ? നിങ്ങളുടെ സംഘടന എങ്ങനെ ഉത്ഭവിച്ചു? നിങ്ങൾ ഏതിൽ നിന്ന് പോന്നു? അതൊരു ആത്മവിചിന്തനങ്ങൾ നടത്തിയേ പറ്റൂ. നിങ്ങൾ പുതിയ മുശാവറ കെട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള മുശാവറയുടെ പ്രസിഡന്റ് ആരാ? കണ്ണിയത്ത് ഉസ്താദ്. അന്ന് മുശാവറയുടെ സെക്രട്ടറി ആരാ? ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. ഇപ്പൊ കുട്ടികളോട് പറയാ, ഒറ്റക്ക് ഏതെങ്കിലും ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ആ ആളെ കൂടെ പോകണ്ട, പേച്ചു പോകും. സംഘമായി നിന്നാ പേക്കൂല. പിന്നെന്തിനാ നിങ്ങൾ മുശാവറ വേറെ ഉണ്ടാക്കി? 40 ആളുള്ള സംഘത്തിനല്ലേ പഴിച്ചു നിങ്ങൾ പറഞ്ഞ്? അതിനല്ലേ 5 or 6 ആളെ ഇറങ്ങിപ്പോന്ന്. അതിൽ തന്നെ അന്നത്തെ പ്രധാനിയായിരുന്ന ഇ.കെ. ഉസ്താദ്, ഇ.കെ. ഉസ്താദിന്റെ നിലപാടുകളിൽ പിഴവുണ്ടായി. സുന്നത്ത് ജമാഅത്ത് മാറി. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് നിലപാട് മാറ്റമുണ്ടായി. ഇതൊക്കെ പ്രസംഗിച്ച് നടന്നവരല്ലേ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ അന്നത്തെ അവസ്ഥയില് ഇ.കെ. ഉസ്താദ് പഴച്ചു എന്ന് പറഞ്ഞൊരു കിതാബ് പുറത്ത് എഴുതിയല്ല, ഒരു ലേഖനം എഴുതിയല്ല, അല്ലെങ്കിൽ എവിടെങ്കിലും ഒന്ന് പോയി പ്രസംഗിച്ചതല്ല. പകരം ഒരു അപ്പുറത്തൊരു മുശാവറ അങ്ങോട്ടുണ്ടാക്കി. എത്ര വലിയ പാതകങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പാതകാവുന്നത് എപ്പോഴാ? പിന്നതാ ഇ.കെ. ഉസ്താദ് മഹാനാവും. ഇ.കെ. ഉസ്താദ് ഭയങ്കര മഹാനാ. വരക്കൽ മക്കാമിൽ അതാ വരുന്നു, ഭയങ്കര സിയാറത്തല്ലേ. വരക്കൽ മക്കാമിൽ ഇ.കെ. ഉസ്താദിന്റെ കാലിന്റെ ചോട്ടിരുന്ന് സിയാറത്ത് ചെയ്യാ. ഇ.കെ. ഉസ്താദ് വലിയ ആലിമായിരുന്നു വിളിച്ചു പറയാ. പിന്നെന്തിനാ നിങ്ങൾ അന്ന് മുശാവറ ഉണ്ടാക്കി? അപ്പൊ ആ നിലപാടിൽ തന്നെ നിങ്ങൾക്ക് ഉറച്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും ആറ്റി കുറുക്കി നോക്കിയാൽ ആദ്യം പിൻവലിക്കേണ്ടത് കുത്തുഫുൽ ആലമല്ല, നിങ്ങളെ മുശാവറയാണ്. കാരണം എന്തിനാണോ അത് ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇല്ല. അന്ന് ഇ.കെ. ഉസ്താദിന് പേച്ചു പറഞ്ഞാണ് ഉണ്ടാക്കി. ഇപ്പൊ പറഞ്ഞ് ഇ.കെ. ഉസ്താദ് മഹാനാണ്, ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നു, ഞങ്ങൾ മൂപ്പരെ സ്വന്തം ആളെയുന്നു. അന്ന് ഇ.കെ. ഉസ്താദിനെ കുറിച്ച് നടത്തിയ ഒരു പ്രസംഗം ഉണ്ട്, അതൊന്ന് കേട്ടോ. അന്നത്തെ ആ ഒരു പ്രസംഗങ്ങളുടെ ശൈലി സന്ദർഭം കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ ഇ.കെ. ഒരു കാലത്ത് ചെറിയ പ്രസംഗകനായിരുന്ന എന്നെ വിളിച്ച് ഈ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ടെന്ന് നാസീർ വിളിച്ച ആളാണ്. എന്നാൽ അതേ ഇ.കെ. മുസ്ലിയാർ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് എന്റെ എവിടെ ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുന്നു എന്ന് മുജാഹിദിനെ പ്രസംഗിക്കുന്നതിനെതിരായി ഇ.കെയുടെ നാവിൽ നിന്ന് പറഞ്ഞ വാക്ക് എന്റെ കാതുകൊണ്ട് ഞാൻ നേരിൽ കേട്ടത് എനിക്കൊന്നും ഓർമ്മയുണ്ട്. മുജാഹിദിനെ പ്രസംഗിക്കുന്ന ഇ.കെ. ഉസ്താദിന്റെ ശബ്ദമെടുത്ത് പരിഹസിച്ച പ്രസംഗം എന്താ പറയുന്നതാണ് മൂപ്പര്? ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ അതിന് പ്രോത്സാഹനം തന്ന ഇ.കെ. വേറൊരു സമയത്ത് പറയുകയാണ്, എന്നെ കുറിച്ച് അയാളെ കുറിച്ച് പറഞ്ഞാണ് അത്ര എന്ത്, അയാളിപ്പോൾ ഒരു റെഡിമെയ്ഡ് പ്രസംഗവുമായി നടക്കുകയാണ്, കാര്യമായി അന്തൊന്നുമില്ല എന്ന് ഇ.കെ. അന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത്. റെഡിമെയ്ഡ് പ്രസംഗം മാത്രമേ ഉള്ള സുന്നത്ത് ജമാഅത്തൊന്നുമില്ല. അപ്പൊ ഇ.കെ. ഉസ്താദ് നിലപാട് മാറി. അതുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ മുശാവറ ഉണ്ടാക്കി എന്ന സംഭവമായിട്ട് നിങ്ങൾ പറയും. വലിയ ഈ നാട്ടിൽ എത്ര ഫിത്നണ്ടായി. അതുകൊണ്ട് ഏതെല്ലാം മഹല്ലുകളിൽ തല്ല് നടന്നു, മദ്രസകൾക്ക് ഇടച്ചുമര് വീണില്ലേ, എന്തൊക്കെ കുതൂലങ്ങൾ ഉണ്ടായി. കൊല ചെയ്യപ്പെട്ടു എന്ന് വരെ നിങ്ങൾ ഷഹീദാന്ന് അവകാശപ്പെട്ട് പ്രസംഗം നടത്തിയില്ല അവിടെ. ഇതിന്റെ ഒക്കെ കാരണം എന്താ? ഇ.കെ. ഉസ്താദിന് പഴച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ പറയുന്നു ഉപരി മഹാനാണ്, അവിടെ സിയാറത്ത് ചെയ്യണം, നേതാവ് ചെയ്യുന്നു. അപ്പൊ പിൻവലിക്കേണ്ടത് നിങ്ങളെ മുശാവറല്ലേ? അത് പിൻവലിച്ചിട്ട് പോരെ കുത്തുഫുല്ലാലം പിൻവലിക്കാൻ? എന്തിലാണ് നിങ്ങൾക്ക് ഒരു അടിത്തറുള്ളത്, അടിസ്ഥാനമുള്ളത്? അപ്പൊ ഈ പറഞ്ഞതിലൊന്നും നിങ്ങൾക്ക് ഈ ഒരു ധാരണയും ഇല്ല എന്നല്ലേ ഇത് മനസ്സിലാക്കണ്ടേ? എന്തോ വാദിക്ക, പിന്നെ ആ ആളെന്നെ മഹാനറിയാം, എന്നിട്ട് അതിനെ ഒപ്പിച്ച് ഇ.കെ. തൗബ ചെയ്തിട്ടുണ്ട്. ഇ.കെ. തൗബ ചെയ്തപ്പോ ഇവര് ഒപ്പം പോയിരുന്നതാ, അതിനൊപ്പിക്കാൻ ഉണ്ടാക്കിയ. അപ്പൊ അന്നത്തെ
വാദത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പിൻവലിയേണ്ടി വന്നിട്ടുണ്ട്.